കെ ആർ ഗോപികൃഷ്ണൻ, പി ജെയിംസ് എന്നിവർ തുടരുന്നു. ജെയിംസ് സാർ, പി ജെയിംസ്, ഇവിടെ പോലീസിന് കർശന രൂക്ഷമായ വിമർശനമുണ്ട്. ഇനി അന്വേഷണം ഏൽപ്പിക്കുന്നത് ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണം എന്ന് കോടതി പറയുന്നു. പോലീസിന് തിരിച്ചടിയാണ്. അതിനൊക്കെ അപ്പുറം സജി ചെറിയാനും CPM-നും ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ തിരിച്ചടി എത്രത്തോളം വലുതാണ്? തീർച്ചയായിട്ടും ഹാഷ്മി, ഇക്കാര്യത്തിൽ CPM-ന് വലിയ ഒരു രാഷ്ട്രീയമായിട്ടൊരു തിരിച്ചടി തന്നെയാണ്. കാരണം കോടതിയിൽ നിന്ന് അവരുടെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിക്കെതിരെ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ പോലീസിന്റെ അന്വേഷണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിനെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. അത് വീണ്ടും പുനരന്വേഷണം ഉത്തരവിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ഹാഷ്മി, നമ്മുടെയൊക്കെ ഓർമ്മയിൽ വരുന്നത് ആർ ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗമാണ്. അദ്ദേഹം എറണാകുളത്തെ ഒരു പൊതുസമ്മേളനത്തിൽ മെയ് 25, 1985 നടത്തിയ പ്രസംഗം. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ, ഇന്ത്യൻ യൂണിയൻ ഓഫ് ഇന്ത്യക്കെതിരെയാണ് പ്രസംഗിച്ചത്. ഇവിടുത്തെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഭീകരവാദം വേണമെങ്കിൽ ഭീകരവാദം വേണ്ടി വരും, പഞ്ചാബ് മോഡലിൽ ഭീകരവാദം നടത്തേണ്ടി വരും എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. ഒരുപക്ഷെ പറഞ്ഞപ്പോൾ പഞ്ചാബ് മോഡലിൽ, പഞ്ചാബിൽ ഭീകര ആക്രമണങ്ങളൊക്കെ നടക്കുന്ന കാലമായിരുന്നു. ഇതിൻ്റെ പേരിൽ ജൂൺ 4-ാം തീയതി KC ചാണ്ടി എന്ന വ്യക്തി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അതിൽ ജൂൺ 5-ാം തീയതി നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിട്ടതേയുള്ളൂ. മന്ത്രി ബാലകൃഷ്ണപിള്ള ആ മന്ത്രിസ്ഥാനം രാജിവെച്ചു. അപ്പോൾ അതിൻ്റെ കീഴ്വഴക്കം കാണിക്കുന്നത് സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം തുടരന്വേഷണത്തിന് കാത്തു നിൽക്കേണ്ടി വരില്ല. പ്രത്യേകിച്ച് കോടതിയുടെ ഒബ്സർവേഷൻ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ആർ ബാലകൃഷ്ണപിള്ളയെ പോലുള്ള ഒരു മന്ത്രി അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചപ്പോൾ തന്നെ മന്ത്രി രാജിവെക്കുന്ന അവസ്ഥയുണ്ടായി. 1985 ജൂൺ 5-ാം തീയതിയാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം രാജിവെച്ചത്. അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയതാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം. പിന്നീട് അദ്ദേഹം അത് വളരെ ഇതായിട്ട് നടത്തിയതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ രാജി അനിവാര്യമായി വന്നു. രാഷ്ട്രീയ നേതൃത്വം ഉടനെ ഇടപെട്ടു. രാജി ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കീഴ്വഴക്കം വെച്ച് ഈ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടി വരുമെന്നാണ് ആ ഒരു കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് പറയാവുന്നത്. ഹാഷ്മി, ഓക്കെ, എന്തായാലും ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നത് അന്വേഷണത്തിൽ പാളിച്ച എന്ന് പറയുന്നു കോടതി. വീഡിയോ, ഓഡിയോ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടില്ല. സത്യസന്ധനായ ഉദ്യോഗസ്ഥർ, നേരത്തെ പറഞ്ഞ ഉത്തരവിന്റെ അവസാന പാർട്ടിൽ പറയുന്ന ഓഫീസർ ഓഫ് ഇന്റഗ്രിറ്റി, സത്യസന്ധതയുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കണം. സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണം. കുന്തം കുടച്ചക്രം പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് ഏതു സാഹചര്യത്തിലാണ് എന്ന് പരിശോധിക്കണം. വിശദമായി അന്വേഷിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും മന്ത്രി സജി ചെറിയാന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന, CPM-നും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന, ഒരു പക്ഷേ മന്ത്രിയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെട്ടേക്കാവുന്ന ഒരു ഡെവലപ്മെന്റാണ് ഹൈക്കോടതി ഉണ്ടായിരിക്കുന്നത് ഉറപ്പായും പറയാം. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നു എന്നറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ പാലക്കാട് കാര്യങ്ങൾ കൂടി പറയാനായിരിക്കണം. അപ്പോൾ ഉറപ്പായും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം CPM-ൽ നിന്നുണ്ടാകും. പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം പ്രതികരണം അല്പസമയത്തിനും ഈ വിഷയത്തിൽ വരികയും ചെയ്യും. കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം കുടച്ചക്രം എന്നൊക്കെ എഴുതി വെച്ചു എന്നതല്ലാതെ സാധാരണക്കാരനെ ചൂഷണം ചെയ്യുകയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നായിരുന്നു ഈ ഭരണഘടനയെ പറ്റിയുള്ള സജി ചെറിയാൻ വിവാദമായൊരു പ്രസംഗഭാഗം കെ ആർ ഗോപികൃഷ്ണൻ കൂടി ചെയ്യുന്നു. കെ ആർ ഗോപികൃഷ്ണൻ, ഇവിടെ ഈ ഭരണഘടനയെ പറ്റി കുന്തം കുടച്ചക്രം എന്ന പദം ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ മതേതരത്വം എന്ന് CPM എല്ലാ കാലവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാല്യൂ, ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യത്തെ കൂടി അവഹേളിച്ചു മന്ത്രി എന്ന ആ സമയത്ത് തന്നെ വലിയ വിവാദം ഉയർന്നതാണ്. കോടതി അതും ആ അർത്ഥത്തിൽ കൂടി അതിനെ നോക്കിക്കാണുന്നു. പുനരന്വേഷണ ഉത്തരവും ഇടുന്നു. ഗോപികൃഷ്ണൻ, ഉറപ്പായും ഹാഷ്മി, കോടതി ആ അർത്ഥത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ ഭരണഘടനാ വിരുദ്ധമായ ഒന്നുമില്ല എന്ന സംസ്ഥാന പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നതും. ഭരണഘടനയെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സംവാദങ്ങളാകാം എന്ന് കോടതി പറയുന്നുണ്ട്. പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ റദ്ദ് ചെയ്യുന്ന തരത്തിൽ ഒരു പൗരന് എങ്ങനെ ഇടപെടാൻ കഴിയും എന്ന അടിസ്ഥാന ചോദ്യമാണ് കോടതി ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം 2022 ജൂലൈ 3-ന് മല്ലപ്പള്ളിയിലെ പാർട്ടി പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടനയാണ് ഇത് എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് 75 വർഷമായി ഈ ഭരണഘടന, അതായത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ഏതൊരാൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗ ഭാഗമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കുന്തം കുടച്ചക്രം പോലെയുള്ള പദപ്രയോഗങ്ങൾ സജി ചെറിയാൻ നടത്തിയത്. അന്ന് CPM-നെതിരെയും സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ
പ്രതിപക്ഷം ഉന്നയിക്കുകയും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത CPM-ന്റെ ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും അതിന് അന്ന് വൈകുന്നേരം തന്നെ സജി ചെറിയാൻ രാജിപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. രാജിപ്രഖ്യാപനം നടത്തിക്കൊണ്ട് അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് ഓർത്തെടുക്കാം ഹാഷ്മി. 8ാം ക്ലാസ് മുതൽ താൻ ഭരണഘടന പഠിക്കുകയാണ്, ഇന്ത്യയുടെ ഭരണഘടനയോട് വിശ്വസ്തതയും കൂറും പുലർത്തിയിരുന്ന ആളാണ് താൻ എന്ന് പറഞ്ഞ് താൻ നേരത്തെ നടത്തിയ പ്രസംഗത്തിലെ ഈ വിവാദ ഭാഗങ്ങളെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ മറച്ചു പിടിക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ രാജിപ്രഖ്യാപനം ഉണ്ടായി. അതിനുശേഷം ഈ വിവാദങ്ങൾ ഏറെ കെട്ടടങ്ങിയ ശേഷമാണ് സജി ചെറിയാനെ വീണ്ടും മന്ത്രിപദം തിരികെ ലഭിച്ചത്. പിന്നീട് ഈ കാര്യത്തിൽ ബൈജു നോയൽ എന്ന അഭിഭാഷകൻ കോടതിയെ സമീപിക്കുകയും ഇക്കാര്യത്തിൽ ഒരു CBI അന്വേഷണം ആവശ്യമാണ്, ഏത് നിലയ്ക്കാണ് ഇത്തരം ഭരണഘടനാ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ ഒരാൾ കുറ്റവിമുക്തനാക്കപ്പെടുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുകയും ഇതിൽ ആഴമേറിയ ഗൗരവമുള്ള ഒരു അന്വേഷണം വേണം, അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്നതുമായിരുന്നു ബൈജു നോയൽ എന്ന അഭിഭാഷകൻ ഹർജി നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടത്. ഈ ഹർജി ഒരു പരിധിവരെ കോടതി അംഗീകരിച്ചിരിക്കുന്നു. കാരണം ഇതിലൊരു തുടരന്വേഷണം നടത്താനാണ് ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറയുന്നത് വിശ്വസ്തനായ ഒരു ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇക്കാര്യം അന്വേഷിക്കണം, അതുകൊണ്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് ഇനി ഈ വിഷയം അന്വേഷിക്കേണ്ടത്. ഇതിൽ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. അങ്ങനെ കോടതി എടുത്തു പറയാൻ കാരണം പോലീസ് അനുകൂലമായ ഒരു സമീപനം, അതായത് സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കാൻ പാകത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോടതി വിശ്വസ്തതയുള്ള ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം, അതുകൊണ്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് DGP ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്ത പോലെ സംസ്ഥാനത്ത് CPM-നും അതുപോലെ തന്നെ സർക്കാരിനും ഇതൊരു വലിയ തിരിച്ചടിയാണ്. സ്വാഭാവികമായും ഇനി വീണ്ടും സജി ചെറിയാന്റെ രാജിക്ക് വേണ്ടി പ്രതിപക്ഷത്തിന്റെ മുറവിളി ഉണ്ടാകും. സ്വാഭാവികമായും ഇനി ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ CPM-ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. നേരത്തെ തന്നെ ഈ കാര്യത്തിൽ സീതാറാം യെച്ചൂരി ഇതിൽ ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാകും അന്ന് വിവാദം ഉണ്ടായപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ്. അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത അവൈലബിൾ സെക്രട്ടേറിയറ്റ് നടന്ന അതേ ദിവസം വൈകുന്നേരം സജി ചെറിയാൻ രാജിവെച്ചത്. ഒരുപക്ഷെ സജി ചെറിയാൻ വീണ്ടും ഒരിക്കൽ കൂടി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് ഹൈക്കോടതിയുടെ ഇടപെടൽ ചെന്നെത്തുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ ഹാഷ്മി.